മലയാള സിനിമാ ലോകത്തിനും മലയാള സിനിമാ ഗാനങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഒരുപിടി മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച അതുല്യ കലാകാരനായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമാ ഗാനസാഖിക്ക് ഒരിക്കലും നികത്താനാകാത്ത തീരാ നഷ്ടമാണ്, തീരാ ദുഃഖമാണ്. ഗാനരചനയിൽ മാത്രമല്ല, തിരക്കഥ എഴുത്തിലും ഗാനാലാപനത്തിലും അദ്ദേഹത്തിന് പ്രാവീണ്യമുണ്ടായിരുന്നു. മരിക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും 48 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഒരുപക്ഷെ ഗിരീഷ് പുത്തഞ്ചേരി ലഹരിക്ക് അടിമപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കൊപ്പം ഇപ്പോഴും അദ്ദേഹം ഉണ്ടാകുമായിരുന്നു എന്ന് സംഗീത സംവിധായകനിലെ ബേണി ഇഗ്നേഷ്യസ് പറയുന്നു. അന്നൊന്നും നാക്കിനടിയിൽ വെക്കുന്ന ലഹരിയോ ഇഞ്ചക്ഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന വളരെ കഴിവുള്ള ആളുകളൊക്കെ കഞ്ചാവ് വലിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നും ലഹരി ഉപയോഗിക്കുന്നത് ജീവിതത്തോട് തന്നെ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് മനസ്സിലൊരു ബോധമുണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ ഒപ്പം പ്രവർത്തിച്ചവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. ഭൂരിഭാഗം പേരും ലഹരി ഉപയോഗം മൂലം ശ്വാസകോശത്തിനും കരളിനും അടക്കം പല പല അസുഖങ്ങൾ വന്ന് മരിച്ചുപോയവരാണ്. പലരെയും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ലഹരി ലഭിക്കാനുള്ള മാർഗം കണ്ടാൽ അവർ വീണ്ടും അതിലേക്ക് പോകും. ഗിരീഷ് പുത്തഞ്ചേരിയെ ഞാൻ ഒരുപാട് തവണ ഉപദേശിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ടുണ്ട്. മദ്യപിച്ചാൽ പിന്നെ വേറൊരു സ്വഭാവക്കാരനാണ് ഗിരീഷ്. അടുപ്പമുള്ള ആളാണെന്നോ അകൽച്ചയുള്ള ആളാണെന്നോ ഒന്നും നോക്കുകയില്ല. പുള്ളിക്ക് തോന്നിയതെല്ലാം വിളിച്ചു പറയും. എനിക്ക് ആ സ്വഭാവം ഇഷ്ടമേ ആയിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പ്രാവശ്യം വഴക്കിട്ടിട്ടുണ്ട്. ഒരു വഴക്കിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കുറച്ച് അകൽച്ചയിലായിരുന്നു. അദ്ദേഹത്തിനൊപ്പമുള്ള വർക്ക് പോലും ഞാൻ കുറച്ചു. പിന്നീട് ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് കാണുന്നത് കൊച്ചിൻ ഹനീഫ മരിച്ച് അടക്കുന്ന സമയത്താണ്. അന്നും പുള്ളി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഒരിടയ്ക്ക് മദ്യം നിർത്താൻ പോകുകയാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ ചെറുതായി മാത്രമേ മദ്യപാനമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുള്ളിയുടെ കരളൊക്കെ തീർന്നു കഴിഞ്ഞു. കൊച്ചി ഹനീഫയുടെ ചടങ്ങ് കഴിഞ്ഞ് ഞാനാണ് ഗിരീഷിനെ നാട്ടിലേക്ക് വണ്ടി കയറ്റി വിട്ടത്. വീട്ടിൽ എത്തിയെന്നറിയാൻ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുത്തില്ല. കാരണം അന്ന് അയാൾ പോകുന്ന വഴി ചാരായ ഷാപ്പിൽ കയറി അവിടെ ഫോൺ പണയം വെച്ച് മദ്യപിച്ചു. ഛർദ്ദിച്ച് അവശനായ ഗിരീഷിനെ വീട്ടിൽ നിന്നും ആളുകൾ വന്നാണ് കൊണ്ടുപോയത്. പിന്നീട് ആസ്പത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിന് മുൻപ് തന്നെ ഡോക്ടർ ഗിരീഷിനോട് പറഞ്ഞിരുന്നു, ഇനി അധികം നാളില്ലെന്ന്. മദ്യപാനം നിർത്തിയാലും അധിക ആയുസില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. മദ്യപിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ ഗിരീഷ്. ഈ ജന്മത്തിൽ സരസ്വതി ദേവി നാവിൻ തുമ്പത്ത് വരദാനമായി എഴുതി കൊടുത്ത അക്ഷരപുണ്യം ലഹരിക്ക് അടിമപ്പെട്ട് നശിപ്പിച്ചു കളഞ്ഞ, ജീവിച്ചു മതിയാകാതെ യാത്ര പോലും പറയാതെ കടന്നുപോയ പ്രതിഭ ഗിരീഷ് പുത്തഞ്ചേരി ഇനി വരുന്ന കലാകാരന്മാർക്കെങ്കിലും ഒരു പാഠമായി തീരട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു.